കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപകനായ വ്യാപാരിയുടെ ആത്മഹത്യയിൽ വൻ പ്രതിഷേധം. കോൺഗ്രസ്, ബിജെപി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്നിവരുടെ പ്രതിഷേധത്തിനൊടുവിൽ 6 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനായത്. നഗരത്തിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ 5 മണി വരെ ഹർത്താലും ആചരിച്ചു. ആത്മഹത്യ ചെയ്ത വ്യാപാരി സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നതോടെയാണ് പ്രതിഷേധം ശക്തമായത്. ഇതോടെ കോൺഗ്രസും ബിജെപിയും നഗരത്തിൽ സമരം ആരംഭിച്ചു. സൊസൈറ്റി ഓഫീസിന് മുമ്പിൽ 100 കണക്കിന് പ്രവർത്തകർ സംഘടിച്ചു. ഒപ്പം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പ്രതിഷേധവുമായി രംഗത്തെത്തി. ആളുകളെ പറഞ്ഞ് പറ്റിപ്പിച്ച് സ്ഥാപനത്തിൽ നിക്ഷേപിക്കുക, നിക്ഷേപം ആവശ്യമുള്ള സമയത്ത് മടക്കി കൊടുക്കുന്നതാണ് നിക്ഷേപം. അതാണ് ബാങ്ക്. നിക്ഷേപിക്കുകയും തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കൊള്ളയാണ്. അത് ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ആണ്. അതിന് മുമ്പിൽ പ്രവർത്തിച്ച് എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ്. അതാണ് ഈ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം ബാങ്കിലെ ജീവനക്കാരുടെ ഭാഗത്തുണ്ടായ അതീവ ഗുരുതരമായ അവഹേളനപരമായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ശ്രീ സാബു ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. അവരുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കണം. ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം ഈ സഹകരണ ബാങ്കിലെ CPM വിഴുങ്ങി. ഇനി CPMന്റെ കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ ഭരണം നടക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി, കോടിക്കണക്കിന് രൂപ കട്ടപ്പനയിലെ വ്യാപാരികൾക്കും നിക്ഷേപകർക്കും കൊടുക്കാനുണ്ട്. ഓരോ തവണ ചെല്ലുമ്പോൾ അവധി പറയാണ്. ചില ഘട്ടത്തിൽ അവധി കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തും. ഈ രൂപത്തിൽ പലതരത്തിൽ സമ്മർദ്ദം ചെലുത്തി മൂടി വെക്കാനുള്ള ശ്രമിച്ചു. ഇതേ തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടി വിവരാവകാശ നിയമപ്രകാരം ഒരു കത്ത് JRന് കൊടുത്തു. ഈ ബാങ്കിന്റെ സ്ഥിതി എന്താണ് എന്ന് ചോദിച്ച്. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് മാത്രമല്ല, പുതിയ ആളുകളെ നിയമിക്കുന്ന സംഖ്യ ഞങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ 2 ആളുകളെ പുതിയതായിട്ട് ഇവിടെ ഈ പ്രതിസന്ധിക്കിടയിലും നിയമിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ, രണ്ടും CPMന്റെ നേതാക്കന്മാരുടെ മക്കളാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായ സഖാവ് KR സോദരന്റെ മകനെയാണ് ഇവിടെ നിയമിച്ചിട്ടുള്ള ഒരാൾ. മറ്റൊന്നൊരു CPM കുടുംബത്തിലെ മറ്റൊരാളെയാണ്. ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ധാരാളം ആളുകളെ നിയമിച്ച് ഇവിടുത്തെ നിക്ഷേപകരുടെ പണം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാബുവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കട്ടപ്പനയിലെ എല്ലാ വ്യാപാരികളും 1 മണി മുതൽ 5 മണി വരെ ഹർത്താൽ ആചരിക്കാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തീരുമാനിച്ചിട്ടുണ്ട്. മൃതദേഹം കൊണ്ടുപോകാനായി ആദ്യമെത്തിയ ആംബുലൻസ് അടക്കം പ്രവർത്തകർ തടഞ്ഞു. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയും സമരക്കാർ ഉപരോധിച്ചു. ഇതോടെ മണിക്കൂറുകളോളം പാതയിൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാങ്കിന്റെ ബോർഡ് ഉൾപ്പെടെ നശിപ്പിച്ചു. വ്യാപാരിയുടെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു. ഇത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ വ്യാപാരി വ്യവസായി സമിതി പങ്കുചേരും. അതോടൊപ്പം തന്നെ വ്യാപാരികൾ നേരിടുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, അവർ നേരിടുന്ന പ്രതിസന്ധികൾ, അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപാടുകളിൽ കൂടെ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഉദ്യോഗസ്ഥരോ അത് ജീവനക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണമെന്നും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് ആ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നും കേരള വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെടുകയാണ്. വ്യാപാരിയുടെ മരണത്തെ തുടർന്ന് കോൺഗ്രസും ബിജെപിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കട്ടപ്പന നഗരത്തിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഹർത്താൽ നടത്തി. ഇൻക്വസ്റ്റ് പൂർത്തിയായെങ്കിലും മൃതദേഹം സ്ഥലത്തുനിന്ന് മാറ്റാൻ സമരക്കാർ തയ്യാറായില്ല. ഇടുക്കി RDOയോ പീരുമേട് DYSPയോ സ്ഥലത്തെത്താതെ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ലെന്ന് സമരക്കാർ ശഠിച്ചു. ഒടുവിൽ 6 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്.